ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ബേപ്പൂര് ബീച്ചിലാട്ടോ. ബേപ്പൂര് ബീച്ചിലെന്ന് പറയുമ്പോൾ പുളിമുട്ടിനടുത്ത് എൻ്റെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അകത്തോട്ടൊന്ന് പോകണം. നമ്മുടെ ഈ കടവിലാട്ടോ ജങ്കാർ വരിക. ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ, ഹൗസ് ബോട്ടുകളൊക്കെ, ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ട്. നല്ല ലൈറ്റപ്പൊക്കെ ചെയ്തിട്ട് നോക്കി. ഞാനിപ്പോൾ കുറച്ചായിട്ടോ ഇങ്ങോട്ട് വന്നിട്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പണികൾ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. നാളെ മുതൽ ഇനിയിപ്പോൾ ഇവിടെ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യല്ലേ, അതിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ കൊണ്ട് വന്നപ്പോൾ എനിക്ക് വല്ലാണ്ട് ഈ ഒരു സമയത്തായതുകൊണ്ട് എല്ലാ ലൈറ്റുകളും ഓപ്പണാണ്. നേരെ ആ കടവ് കാണുന്നത് നമ്മുടെ ചാലിയമാണ് കേട്ടോ. ചാലിയം ഭാഗത്തുള്ള പുളിമുട്ടാണ്. അവിടെ നടപ്പാത, കടലിലേക്കുള്ള കടൽപ്പാതയാണ്. ആ തല വരെ, അങ്ങ് വരെ നോക്കി. ആ കടവിൽ ഈ കടവിലേക്കാണ് നമുക്ക് ജങ്കാർ സർവീസ്, ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും. അപ്പോൾ ഞാനെന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഈ ഒരു നാട്ടുകാരനാണ് എന്നുള്ളത് മനസ്സിൽ നിന്ന് അങ്ങ് മായ്ച്ച് കളയുക. എന്നിട്ട് ഇങ്ങോട്ട് കയറുമ്പോൾ കിട്ടുന്നൊരു ഫീല്, നമ്മൾ ഇവിടെ നിന്ന് നമ്മളെ നാട്ടിൽ നിന്ന് കോഴിക്കോട് നിന്ന് തന്നെ വേറൊരു സ്ഥലത്തൊരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയാൽ കിട്ടുന്നൊരു വൈബില്ലേ, നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്നൊരു വൈബ്, ആ ഒരു വൈബ് ഇവിടെ കിട്ടുന്നത് എനിക്കിപ്പോൾ. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ ആയി ഇങ്ങോട്ട് വന്നിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മാറ്റങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഈ ഒരു സ്പേസിലേക്ക് ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു പുതുമ എനിക്ക് ഇവിടുന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഈ പുറകിലായിട്ട് കാണുന്നുണ്ടല്ലേ ഒരു വലിയൊരു സ്റ്റാള്, അത് മിൽമയുടെ ആട്ടോ. ഇവിടെ ഇതൊന്നും ഇല്ലായിരുന്നു, ഇതൊക്കെ ഇപ്പം വന്നതാണ്. ഒരുപാട് കുഞ്ഞു കുഞ്ഞു സ്റ്റാളുകളും ഒക്കെ ഈ ഒരു വഴിയിൽ, നമ്മളിതിനകത്തൊരു കയറുന്ന വഴിയിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പുതുക്കി പണിത ബേപ്പൂർ ബീച്ചിൻ്റെ ഭംഗി കാണാൻ പോവാണ് നമ്മൾ. എൻട്രൻസിലേക്ക് കിടക്കുകയാണേ. ഇത് നോക്കി, അത്തറ് കച്ചവടക്കാരൊക്കെയാണ് കേട്ടോ. ഒരുപാട് അത്തറിൻ്റെ ഒക്കെ. നമ്മളെ മെയിൻ ഗേറ്റാണിത്. ഇതിന് ലെഫ്റ്റ് സൈഡിലായിട്ട് ഹൗസ് ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. ഇതാ നോക്കിയേ. ഇവിടുത്തെ കവാടം കളഞ്ഞു കേട്ടോ. ഇവിടെയൊക്കെ ഏകദേശം നോർമൽ തന്നെയാണ്. ഭയങ്കര ഇരുട്ടാട്ടോ. ഇവിടെ ലൈറ്റൊന്നും വെച്ചിട്ടില്ലാന്ന് തോന്നുന്നു. എൻട്രൻസിൽ മെയിൻ എൻട്രൻസാണ്. അപ്പോൾ എൻട്രൻസിൽ നിന്ന് കുറച്ച് ദൂരം അകത്തോട്ട് നടന്നാൽ നമ്മുടെ പുളിമുട്ടിലേക്ക് എത്തും. എന്ന് വെച്ചാൽ കടൽപ്പാതയിലേക്ക് നടന്ന് കയറുന്ന അപ്പോൾ അതിലേക്ക് എത്തും. നല്ല രീതിയിൽ പാർക്കിങ്ങിനുള്ള സാഹചര്യം സൗകര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ കടകളൊക്കെ പിന്നെ ഇവിടെ ആദ്യം ഉള്ളതാണ്. കുറച്ച് കാലങ്ങളായിട്ട് രണ്ട് സൈഡിലും വണ്ടികൾ, ചെറുതും വലുതായിട്ട് വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. പുറത്തുള്ള സ്റ്റാളുകളിൽ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകളും നാളെ ആരംഭിക്കാൻ പോകുന്ന ഫെസ്റ്റിനോടനുബന്ധിച്ചിട്ട് വന്നതായിരിക്കാനാണ് ചാൻസ്. സ്ഥിരം കച്ചവടക്കാർ കുറവാണെന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളതിൽ പകുതിയിലേറെയും അങ്ങനെ വന്നവരായിരിക്കും. പലയിടങ്ങളിൽ കച്ചവടം ചെയ്യുന്നവരായിരിക്കും. പിന്നെ ആളുകൾ കൂടുന്ന സാഹചര്യത്തിലൊക്കെ ഇവിടെ പോലീസിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ട് കേട്ടോ. പിങ്ക് പട്രോളിങ്ങും ഉണ്ട്. ഈ ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ പുതിയത് ഉണ്ടാക്കിയത്. ഒരു സ്റ്റേജ് പോലെ, ഓപ്പൺ സ്റ്റേജ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും വർക്ക് കംപ്ലീറ്റ് അല്ല കേട്ടോ. അതൊക്കെ അതിനുള്ള മെറ്റീരിയൽസാണ് ഈ കിടക്കുന്നതൊക്കെ. എനിക്ക് തോന്നുന്നു സ്റ്റേജ് കെട്ടാനുള്ള ഐറ്റംസൊക്കെ ആയിരിക്കും ഇത്, അല്ലെങ്കിൽ ബാരക്കേഡിനുള്ളതാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സംവിധാനം, ഈ കാണുന്ന സ്റ്റേജ് സെറ്റപ്പൊക്കെ ഇപ്പോൾ വന്നതാണ്. പിന്നെ ഇതുപോലെ ഇരിക്കുന്നതൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഇത് കുഴിയായിരുന്നു ആ ഭാഗത്തൊക്കെ, ആ എൻഡിലൊക്കെ. എല്ലാം കൂടെ ഒരു ഒറ്റ സ്റ്റേജാക്കി വലിയൊരു ഗ്രൗണ്ടാക്കിയിട്ട് താഴെ കോൺക്രീറ്റ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി. ഇതെന്തിനുള്ളതായിരിക്കും ഈ കാണുന്നത്? വല്ല ചെടികളും വച്ച് പിടിപ്പിക്കാനുള്ളതാണോ, അതോ വല്ല വാട്ടർ ഫൗണ്ടൈൻ്റെ സെറ്റപ്പ് വരാനുള്ളതാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. നമ്മൾ കൊള്ളാം. കുഞ്ഞു കുഞ്ഞു കിണർ പോലെ അവിടെ ഇവിടെയൊക്കെ കാണുന്നു. കണ്ടോ നാളത്തെ പരിപാടിക്ക് സ്റ്റേജ് ഇടാനും അതുപോലുള്ള പരിപാടികൾക്കൊക്കെ ആയിട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇന്ന് മുഴുവനും രാത്രി നേരം വെളുക്കോളം ഇവിടെ ജോലിക്കാരുണ്ടാവും. പലതരത്തിലെ പണികളൊക്കെ ആയിട്ട് ആളുകളുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലോറിയിലൊക്കെ സാധനം കണ്ടോ, ഫില്ലറും കാര്യങ്ങളൊക്കെ. മറ്റേ ലൈറ്റിൻ്റെ പോസ്റ്റുകൾ ഒരുപാട് പുതിയതാട്ടോ വെച്ചതൊക്കെ. ഇതൊക്കെ പുതിയതാണ്. ഇനി അങ്ങ് നീളത്ത് കാണുന്നില്ലേ, അത് നമ്മൾക്ക് നടക്കാനുള്ള പഴയ നടപ്പാതയാണ്. അതവർ പുതുക്കിയിട്ടുണ്ടെന്ന് പോയി കാണാം അല്ലേ. അത് കാണാനാണ് മെയിനായിട്ട് ഞാൻ വന്നത്. പക്ഷേ ഇത്രയും കാഴ്ചകൾ ഇവിടെ ഉണ്ടെന്ന് പ്രതീക്ഷിച്ചില്ല. സ്ട്രെയിറ്റ് ആയിട്ടാണ് അങ്ങ് പോകേണ്ടത്. നല്ലൊരു ആംബിയൻസ് അല്ലേ ഈ ഒരു ലൈറ്റിനടിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ. നല്ലൊരു രസമുള്ള ആംബിയൻസ്. ഇപ്പം നമുക്ക് ആ ഒരു ചാലിയാറിൻ്റെ അഴിമുഖമാണത്. അതായത് ചാലിയാർ ഒഴുകി വന്ന് നമ്മുടെ കടലിലേക്ക് ചേരുന്ന സംഗമ സ്ഥാനം എന്ന് വെച്ചാൽ
ചാലിയത്തിനും ബേപ്പൂരിനും ഇടയ്ക്കുള്ള ആ ഒരു അഴിമുഖം, കപ്പൽച്ചാലുകൾ ഉണ്ടാവില്ലേ, ആ കപ്പൽച്ചാലാണത്. ഇതുവഴിയാണ് കപ്പലൊക്കെ കടലിൽ നിന്ന് നമ്മുടെ തുറമുഖത്തേക്ക് അടുക്കുന്നതൊക്കെ. പണ്ട് ഒരുപാട് വാണിജ്യങ്ങളൊക്കെ നടന്നിരുന്ന ഒരു ചരിത്രപ്രധാനമായൊരു സ്ഥലം ബേപ്പൂർ തുറമുഖം. ഒരു മുട്ടം പണിയിട്ട് ഞാനങ്ങ് തല വരെ നടന്ന്, എന്ന് വെച്ചാൽ പുളിമുട്ടിലേക്ക് എൻട്രി ഇങ്ങനെ കയറുക. ആ സമയത്ത് ഫോൺ ചാർജ് കുറഞ്ഞു. പറമ്പൊക്കെ എടുത്തപ്പോൾ കേബിൾ വണ്ടിയിൽ വെച്ച് പോകുന്നതാണ്. തിരിച്ചു പോയി അത് എടുത്തിട്ട് വരികയാണേ. സൈഡായി പോയി നടന്നിട്ട്. ഈ ഭാഗം ഉണ്ടോ, എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്നേ അവിടെ കാശിയില്ലേ, വാരണാസി, ആ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള അങ്ങനൊരു പെട്ടെന്ന് അത് ഓർമ്മ വന്നു. ആളുകൾ നോക്കാം നമ്മൾ ഈ സംസാരിക്കുന്നത് കേട്ടിട്ട്. കുഴപ്പമില്ല. നമ്മളങ്ങനെ തിരിച്ചു പോയി വീണ്ടും ഇങ്ങോട്ട് തന്നെ വരികയാണ്. എന്താ വീണ്ടും ആ ആംബിയൻസ് ലൈറ്റിൻ്റെ കടിയിലെത്തി. എന്ന് വെച്ചാൽ ഈ ഇവിടെ നോക്കിയാൽ എനിക്ക് തോന്നുന്നു നാളത്തെ പ്രോഗ്രാമിൻ്റെ പവലിയൻ തയ്യാറാക്കുവാണെന്ന് തോന്നുന്നു. വാട്ടർ ഫെസ്റ്റ് അല്ലേ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കായലിലും കടലിലേക്കും ഒക്കെ ആയിട്ട് ഒരുപാട് വാട്ടർ സ്പോർട്സുകൾ നാളെ നടക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പവലിയനാണ് ഈ ബാക്കിൽ തയ്യാറാവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ വള്ളങ്ങളെയൊക്കെ നടക്കുന്നിടത്ത് കരയിൽ കാണാറില്ലേ അങ്ങനെ ഒരു പവലിയൻ സെറ്റ് ചെയ്യുന്നത്, അതുപോലെ ഉണ്ട്. നല്ല ജനങ്ങളുണ്ട് കേട്ടോ അവിടെ. നോക്കി, നിങ്ങൾക്ക് ഏതെങ്കിലും, അതായത് ഈ ഒരു ആംബിയൻസ് ലൈറ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു, ദുബായ് ഒക്കെ നമ്മൾ വിഷ്വൽസിൽ കാണുന്ന പോലെ തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ ഫീൽ ചെയ്തു ഇവിടെ നിന്ന് നേരിട്ട് ഇതിലൂടെ നോക്കുമ്പോൾ. പിന്നെ വീണ്ടും ഞാൻ പറയാണ്, ഈ നാട്ടുകാരായിട്ടുള്ള ജനങ്ങൾ ഇവിടുത്തുകാരാണ് എന്നുള്ളത് മറന്നിട്ട് ഇങ്ങോട്ട് വരണം കേട്ടോ. കാരണം നമുക്ക് ആ ഒരു പുതുമ ഫീൽ ചെയ്യണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിതാ ഇനി ആൾക്കൂട്ടത്തിനിടയിലേക്ക്, അതായത് ആ നടപ്പാതയിലേക്ക് എൻട്രി ചെയ്ത് പോവുകയാണ്. നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട് ഞാനിപ്പോൾ. അങ്ങനെ നടക്കാറില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. നമ്മളിങ്ങനെ തല വരെ പോട്ടോ. കുറച്ച് ടൈം ലാപ്സ് ഇട്ടിട്ട് കാണിക്കാം. തിങ്ങ മുതൽ ഇവിടെ വരെ നമ്മൾ നടന്നു. ഇവിടെ വരെ ആ കാണുന്നതാണ് ചാലിയം. നേരത്തെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞില്ലേ, ചാലിയം. പഴയ കോട്ടയൊക്കെ ഉണ്ട്. ഈ കാണുന്ന കറക്റ്റ് ഈ ഭാഗത്ത് ലൈറ്റ് ഹൗസാണ് കേട്ടോ അത്. ഓക്കെ, വേർത്തൊരു പരിവായി. 9 മിനിറ്റാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താൻ ടൈം എടുത്തത്. എൻഡ് വരെ നടക്കാൻ അത്യാവശ്യം സ്പീഡിൽ തന്നെ. എന്നുവെച്ചാൽ നോർമലി ഒരു സ്പീഡിൽ നടന്നാൽ ഏകദേശം 10-15 മിനിറ്റോളം വേണ്ടി വരും ആ തലയ്ക്കുന്ന് ഇതിൻ്റെ ഒരു എൻഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. എൻ്റെ ബാക്കിൽ ഈ കടൽ കാണുന്നില്ല, അതാണ് കടൽ. നേരെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് കായൽ, അഴിമുഖം എന്ന് പറഞ്ഞത്. ഇത് കായൽ. ഒരു ഭാഗത്ത് തിരയുള്ളൂ, മറ്റോടത്ത് ഓളം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ കൊടി പറക്കുന്നതേ ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ്, അതിൻ്റെ ഫ്ലാഗ് ആട്ടോ ഈ കാണുന്നത്. പല കളറിലുണ്ട്, റെഡ്, ബ്ലൂ, ഗ്രീൻ, ഒരുപാടുണ്ട്. ഷൂട്ട് നടന്നിട്ടായിരിക്കും. കാലിനകത്ത് നല്ല വേദന ഉണ്ട് കേട്ടോ എൻ്റെ അമ്മ. ഒരു കാര്യം ഞാൻ പറയാം, ബേപ്പൂരിൻ്റെ ഭംഗി അത് കാണണമെങ്കിൽ രാത്രി തന്നെ വരണം കേട്ടോ. പൊരി വെയിലത്ത് നട്ടുച്ചയ്ക്ക് വരുന്നതിലും സുന്ദരിയായിട്ട് നമുക്ക് ഈ ബേപ്പൂരിനെ ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നടന്ന് എത്തിയിട്ടോ. പണ്ടൊക്കെ ഈ ബാക്കിൽ ഈ കാണുന്നൊരു ഏരിയ അല്ലേ, അതായത് ആ ഒരു നമ്മുടെ സ്റ്റെപ്പായിരുന്നു അവിടെ. നല്ലൊരു കുഴി, പിന്നൊരു സ്റ്റെപ്പ്, അങ്ങനെ കയറിയിട്ട് വേണമായിരുന്നു അങ്ങോട്ട് നടന്ന് പോകാൻ. ഇപ്പോൾ ഇതെല്ലാം ഒരു
ലെവൽ ചെയ്തു, ഒരേ ലെവൽ ചെയ്തു. ഈ ഒരു മുറ്റവും ആ പാലവും ഒക്കെ ഒരേ ലെവലായി ഇപ്പോൾ. അങ്ങനെ സ്റ്റെപ്പ് കയറി ഇറങ്ങേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല, ആർക്കും നടക്കാം. ഇനി വീൽ ചെയർ ഉണ്ടെങ്കിൽ വീൽ ചെയറും അങ്ങനെ തലവരെ എത്തും. അങ്ങനെ ഒരു സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇന്ന് ക്രിസ്മസ്, നാളെ 26-ാം തീയതി മുതൽ 29-ാം തീയതി വരെയാണ് ഇവിടെ വാട്ടർ ഫെസ്റ്റ് നടക്കുന്നത്. ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ്, അതായത് നമ്മുടെ ഇന്ത്യയുടെ തന്നെ ടൂറിസം മേഖലയ്ക്ക് നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും അത്. ഇൻ്റർനാഷണൽ ലെവലിലുള്ള ശ്രദ്ധ നമ്മുടെ രാജ്യത്തേക്കും പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ബേപ്പൂരിലേക്കും വരുന്ന ഒരു ഫെസ്റ്റ് തന്നെയായിരിക്കും അതെന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. വാട്ടർ ഫെസ്റ്റ് നടക്കുന്നത് ബേപ്പൂരിലെ ചാലിയാറിൻ്റെ തീരത്തും മറീന ബീച്ചിലും അതുപോലെ കോഴിക്കോട് ബീച്ചിലും പിന്നെ നല്ലൂർ സ്റ്റേഡിയത്തിലും, ഇത്രയും സ്ഥലങ്ങളിലാണ് നമുക്ക് നാളെ മുതൽ 26-ാം തീയതി മുതൽ ഈ പ്രോഗ്രാമുകളൊക്കെ അരങ്ങേറുന്നത്. വിവിധ സ്ഥലങ്ങളിൽ വിവിധ പ്രോഗ്രാമുകളായിരിക്കും. പലയിടത്തും സ്റ്റേജ് കെട്ടി കലാപരിപാടികൾ, രാത്രി മ്യൂസിക്കൽ നൈറ്റ്, ഇത്തരത്തിലുള്ള പരിപാടികളാണെങ്കിൽ നമുക്ക് ഈ ബീച്ച് സൈഡിലൊക്കെ ആയിട്ട് വാട്ടർ ഫെസ്റ്റിനോടനുബന്ധിച്ചുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്പോർട്സ്, വാട്ടർ സ്പോർട്സിൻ്റെ മത്സരങ്ങളുടെ പ്രദർശനമായിരിക്കും നടക്കാൻ പോകുന്നത്. അത് നമ്മുടെ എൻ്റെ പുറകിൽ കാണുന്ന ചാലിയാറിൽ നമ്മുടെയൊക്കെ അഭിമാനമായി മാറാൻ പോകുന്ന തരത്തിലൊരു വലിയ പ്രോഗ്രാം. അപ്പം പറ്റുന്നവരൊക്കെ വന്ന് ആസ്വദിക്കുക, പങ്കാളിത്തം കൊള്ളുക. അത് ഈ വാട്ടർ ഫെസ്റ്റിനോടനുബന്ധിച്ചിട്ടുള്ള ടൂറിസം കാർണിവലും അതുപോലെ തന്നെ ഫുഡ് ഫെസ്റ്റും ഒക്കെ എല്ലാ ദിവസങ്ങളിലും 2 മണി മുതൽ ഏകദേശം രാത്രി 10 മണി വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. ടൂറിസം വകുപ്പും ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം കൗൺസിലും ചേർന്നിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എടുത്തൊരു വിധത്തിൽ സൈഡായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബേപ്പൂർ ബീച്ചിൽ നിന്ന് ഒരു ഐശ്വര്യതയോ എന്തെങ്കിലും ഒന്ന് അടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പിരിയാം. അപ്പോൾ പറ്റുന്നവരൊക്കെ വന്ന് നമ്മുടെ പ്രോഗ്രാം, അതായത് നമ്മുടെ ബേപ്പൂരിൻ്റെ പ്രോഗ്രാം വിജയിപ്പിക്കുക. എല്ലാവരും പ്രോഗ്രാം കാണാൻ എത്തുക കേട്ടോ. പറ്റുന്നവരൊക്കെ വന്ന് ആസ്വദിച്ചിട്ട് പോവാം. ഓക്കെ, ബൈ.